എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ ഫലം മെയ് 10 പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ kite.kerala.gov.in അല്ലെങ്കിൽ സഫലം 2023 അല്ലെങ്കിൽ iExam മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിങ്ങനെയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ SSLC റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ SSLC റിസൾട്ട് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് തന്നെ SSLC എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ച്, അതായത് വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം ഏകദേശം 1 മണിക്കൂറിനുള്ളിലാണ് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുക. ഓൾറെഡി അവിടെ ലിങ്കുകൾ വരുമെങ്കിലും നിങ്ങൾക്ക് അതിന് ശേഷമായിരിക്കും, അതായത് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച് ഏകദേശം 1 മണിക്കൂറിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുക. സാധാരണഗതിയിൽ ഏകദേശം ഉച്ചയ്ക്ക് 2 മണി അല്ലെങ്കിൽ വൈകിട്ട് 3 മണി അല്ലെങ്കിൽ രാവിലെ 11 മണി ഈ ഒരു രീതിയിലൊക്കെയാണ്, ഈ ഒരു സമയങ്ങളിലൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു ഡേറ്റല്ല ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് ഇതുപോലെ വെബ്സൈറ്റിൽ SSLC എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ടും ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകാനും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുന്നതിനുമായിട്ടുള്ള ആ ഒരു ഭാഗം. അവിടെ നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ രജിസ്റ്റർ നമ്പറും നൽകി അതായത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചെക്ക് റിസൾട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. അതുപോലെ അവിടെ തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ഏതൊക്കെ കുട്ടികൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ അവർക്ക് എത്ര ഗ്രേഡ് ലഭിച്ചു എന്നുള്ളതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് സ്കൂൾ കോഡ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൻ്റെ ലിസ്റ്റിൻ്റെ ആ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൻ്റെ പേജായിട്ട് കാണാൻ സാധിക്കുക. ഈ ഒരു താഴെ ഭാഗത്ത് മാത്രമാണ്, അതായത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് അതിൻ്റെ ആ ഒരു ചേഞ്ച്, അതായത് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഭാഗത്ത് റിസൾട്ട് അറിയാനായിട്ട് രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുന്നതിനുള്ള ആ ഒരു ഭാഗം കാണാൻ സാധിക്കുമെന്നുള്ളത് മാത്രമാണ് അതിലുള്ള മാറ്റം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റവന്യൂ ഡിസ്ട്രിക്റ്റ് ഏതാണോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിന് താഴെയായിട്ട് ആ ഒരു ഓരോ സ്കൂളുകളുടെയും ആ ഒരു ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ സ്കൂളുകളുടെയും ഡീറ്റെയിൽസ് ഈ ഒരു രീതിയിൽ താഴെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച്, അതായത് ആ ഒരു സ്കൂൾ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൻ്റെ, അതായത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു നമ്പർ കാണാൻ സാധിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് ഇതുപോലെ നിങ്ങൾക്ക് ഓരോ സ്കൂളിന് കറക്റ്റായിട്ടും അവിടെ ആ ഒരു നമ്പർ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്പർ കറക്റ്റായിട്ട് ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു, അതായത് നേരത്തെ പറഞ്ഞുള്ള ഇതുപോലുള്ള ഒരു പേജിൽ ആ സ്കൂൾ കോഡ് നൽകാനുള്ള പേജിൽ ആ ഒരു സ്കൂൾ കോഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ വൈസ് റിസൾട്ടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റിസൾട്ട് അറിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ SSLC റീവാലുവേഷൻ, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷിക്കുകയും അതുപോലെ SSLC പരീക്ഷയിൽ തോൽക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു SSLC സേ പരീക്ഷയ്ക്കായിട്ട് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് അപേക്ഷ നൽകുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം +1 അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.